എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നാളെ വെളുപ്പിന് ഞങ്ങള് മൂന്നാറിലേക്ക് പോകും. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ വണ്ടീനെയും ചേട്ടനെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ ഷേവ് ഒക്കെ ചെയ്യണം. നിനക്കൊരു പരിപാടിയില്ലല്ലേ? എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. എന്തെങ്കിലും സാധനം ചിപ്സോ പഴോ അങ്ങനെ എന്തെങ്കിലും പിള്ളേര് വെള്ളം കുടിച്ചിട്ട് പോണോ? വെള്ളം കുടിച്ചിട്ട് പോവാം. പിള്ളേരുള്ളതുകൊണ്ടാണ് അവര് പോകുമ്പോ ഞാനിന്ന് പാക്ക് ചെയ്തു കൂട്ടാ. അപ്പൊ ചേട്ടാ പറഞ്ഞു ഇത് എന്തിട്ടാണ് ഈ പാക്ക് ചെയ്യാൻ. ഞാനും ഇതിനെ കൂടി വീഡിയോ എക്കോണമിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി മൂന്നാറിലേക്ക് ഇടുക്കിക്കൊക്കെ പോകുമ്പോളേ ജസ്റ്റ് തലേദിവസം പ്ലാൻ ചെയ്യാം, നാളെ പോവാം. മുമ്പേ ഓൾറെഡി ഇന്ന ദിവസം വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അന്ന് വെളുപ്പിന് മാവും വരും, ഞങ്ങള് വണ്ടി എടുത്ത് ഞങ്ങള് പോവും. ഇത്രേ ഉള്ളൂ. ആ നേരത്തെ കിട്ടുന്ന പോലെ ഷർട്ടും പാൻറ്റും നിങ്ങൾ എടുത്തിട്ടുണ്ട് പോവുക ചെയ്യാറ്. ഒച്ചയ്ക്ക് ചേട്ടാ ഷർട്ടും പാൻറ്റും എടുത്ത് തിരിച്ചു വരുമ്പോ എക്സ്ട്രാ ഡ്രസ് ഒന്നും എടുക്കണല്ലോ. ഇത് രണ്ട് പിള്ളേര് അവര് എങ്ങാനും ഛർദിച്ചാലോ, ഇനി ഞാൻ എങ്ങാനും ഛർദിച്ചാലോ, അപ്പൊ എക്സ്ട്രാ ഡ്രസ്സ് നമ്മൾ കരുതണ്ടേ. പിന്നെ അവർക്ക് പോകുമ്പോ നമ്മൾ എന്തെങ്കിലും മേടിച്ച് കഴിക്കും. വണ്ടി വന്നിട്ട് ചേട്ടാ, വണ്ടി പോട്ടെ, നമ്മൾ എന്തായാലും മേടിച്ച് കഴിക്കും. പക്ഷെ എന്നാലും അവർക്ക് എന്താ പറയാ, നമ്മള് എന്തെങ്കിലും കരുതണ്ടേ. എങ്ങാനിങ്ങനെ വിശക്കുമ്പോ എന്ത് ചെയ്യും അറിയില്ലല്ലോ, കരയാണ്ടോടെ എത്തണ്ടേ. അപ്പൊ ഞങ്ങളിത് ഗ്രേസിനെ സ്റ്റീവിനെ വീട്ടിൽ കൊണ്ടാക്കി നമ്മുടെ ഷാജിച്ചാന്റെ കടയിൽ നിന്ന് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട്, ഷാജിന്റെ നാരങ്ങളും കുടിച്ചൊരു സന്തോഷാണ്, ഒരു എനർജിയും കൂടി വരും. ഒരു സ്പെഷ്യൽ സർബത്താണ്. നിങ്ങൾ ഈ വഴിക്കൂടെ പോകണ്ടെങ്കിൽ എന്തായാലും ഷാജിന്റെ കടയിൽ കയറിക്കോളാം, സൂപ്പറാണ്. അപ്പൊ ഷാജി ചേട്ടന്റെ SP സ്റ്റോഴ്സിലേക്ക് സ്വാഗതം. കാണാം, നമ്മളെ ബഹുമാനത്തോടെ മുണ്ടൊക്കെ അയച്ച് 2 സർവത്ത് കയറിയപ്പോൾ കാര്യം ആലോചിച്ച് നമ്മൾ വണ്ടിയുടെ മുന്നിൽ വീണ്ടും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാ. മുന്നിൽ നമ്മുടെ പണ്ടുണ്ടായ പോലെ ഇക്കോണമീഡിയയുടെ സ്റ്റിക്കറും ഇക്കോണമീഡിയ, ബാക്കിൽ നമ്മുടെ വൈഡ് ലോക്സിൻ്റെ സ്റ്റിക്കർ. അപ്പോൾ വഴിയിലൊക്കെ വെച്ച് കാണെങ്കിൽ ഒരു ഹായ് ഒക്കെ പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രണ്ടിലത്തെ ടയർ പഞ്ചറായിരുന്നു. അപ്പോൾ ടയർ മാറ്റിയത് സ്റ്റെപ്പിനി ടയർ അങ്ങോട്ട് എടുത്തിട്ടിരുന്നു. പക്ഷേ ആക്ച്വലി ഈ ടയറിലാണ് ഇതിൽ ടയറിൻ്റെ എയർ പ്രഷർ കാണിക്കുന്ന സെൻസർ ഉള്ളത്. നമ്മൾ സ്റ്റെപ്പിനിട്ട് ടയറും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ എപ്പോഴും എയറില്ല എന്ന് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇതാണെങ്കിൽ പഞ്ചർ ഒട്ടിക്കാനും പറ്റില്ല, അങ്ങനത്തെ സ്ഥലത്താണ് ഇതിൻ്റെ പഞ്ചറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ടയറിനെ മാറ്റിയിടണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയും കൂടി ഇന്നുണ്ട്. നീ കുടിച്ചു തുടങ്ങിയില്ലേ? എൻ്റെ ഇവിടെ ഉണ്ട്, സോഡയുടെ ഗ്യാസ് പോയിട്ടുണ്ടാവണം. പിന്നെ മനുഷ്യൻ വന്ന് കൈ തൊടുമ്പോൾ ടച്ച് സെൻസർ ഉള്ള സോഡയാണ്, വേണ്ട. അപ്പൊ ഇത് അങ്ങനെ ഷാജിന്റെ കടയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ പോവാണ് നേരെ മളയ്ക്ക്. ഞങ്ങൾ അഷ്ടമിശ്ര ജംഗ്ഷൻ എത്തിയിട്ടാ. അപ്പൊ സ്വീറ്റ് പാർലറിന്റെ സൈഡിക്കോട് പോവാണ്. ഇല്ലില്ല, പോണെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നമുക്ക് പോവാം, തിരിച്ചു വരുമ്പോ കയറാം. എന്തായാലും എനിക്ക് ഈ സാധനങ്ങൾ മേടിക്കണം, അവിടെ നിന്ന് മേടിക്കാം നമുക്ക്, ചിപ്സും പഴവും ഒക്കെ. ഒന്ന് നോക്കാം, സമയം നോക്കിയിട്ട് ചെയ്യാം. വേഗം ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അതനുസരിച്ച്. പോലീസ് വണ്ടിയുണ്ട്, ജോലി കാണോ. അപ്പതേ ഞങ്ങള് നമ്മുടെ വണ്ടിയുടെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ഷേവ് ചെയ്യാൻ വന്നേക്കാണ്. ഷേവ് ചെയ്യാൻ വന്നേക്കാണ്.
ചേട്ടന്റെ കുളിയും മുടിവെട്ടും എല്ലാം കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോവാണ് കേട്ടാ. നല്ല സുഖമായിരുന്നു മസാജ്. മസാജ് സുഖമായിരുന്നു കുളിച്ചപ്പോ. മുടി വളർത്തണമെന്നൊക്കെ പറയണുണ്ട്. എന്തിനാ ഞാൻ വളർത്തിയ കുഴപ്പം? ഞാൻ കുഴപ്പമൊന്നും പറഞ്ഞില്ല. അല്ല, ഇവിടെ കുറച്ച് സ്ഥലത്ത് മുടി ഇല്ല. അതന്നെ ഞാൻ പറഞ്ഞേ. മുടി വളർത്തനോട് ഞാന് ഒരു ഇതും പറഞ്ഞില്ല. ചേട്ടന്റെ ഇഷ്ടമാണ് മുടി വളർത്താം, മുടി വെട്ടാം എന്നൊക്കെ ചേട്ടന്റെ താല്പര്യങ്ങളാണ്. നോക്കട്ടെ, വളർന്നാലോ എങ്ങനെ ഉണ്ടാവും? സണിതയുടെ മുടി വളർത്തി മുടി കെട്ടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? മുടി കെട്ടി വെച്ചിട്ട് അതിന്റെ ഒരു സ്റ്റൈലൊക്കെ നടക്കണം. മുടി ഇങ്ങനെ വലിച്ചിങ്ങനെ ബാക്കിൽ ഇങ്ങനെ കെട്ടിയ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വട്ടത്തിലിട്ട് ചില അമ്മക്കിട്ട് സ്കൂളിൽ പോകുമ്പോ കെട്ടണല്ലോ കെട്ടിയാല രണ്ട് സൈഡിലേക്കും കൊമ്പ്. എങ്ങനെ ഉണ്ടാവുന്നത്? നിങ്ങളുടെ ഒരു ഭാവനയിൽ കണ്ടിട്ട് എങ്ങനെ ഉണ്ടാവുന്നത് കമന്റ് ചെയ്യാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ ഇനി അഷ്ടമിച്ചിറ പോയിട്ട് നമുക്ക് സാധനങ്ങൾ അടിക്കാൻ സ്വീറ്റ് പാർലർ കയറാം ഫസ്റ്റ്. അവിടെ പുതിയൊരു സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അവര് ഫുഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ ചെല്ലുമ്പോ കാണിച്ചുതരാം. അപ്പൊ ഞങ്ങള് പോണെന്ന് എപ്പോഴും വിചാരിക്കും. അല്ല, നമ്മൾ വീഡിയോയില് ഞാനിങ്ങനെ ആൾക്കാരോടായിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. അവിടെ എന്തിട്ടുള്ളതെന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ അറിയാനല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. തീർച്ചയായും ചീറിപ്പാഞ്ഞു തന്നെ ചേട്ടോ, പയ്യെ പോ. എന്ത് പോക്കെ പോണ ആൾക്കാര് ഒരു എന്റർടൈൻമെന്റ് അങ്ങനെ പോവാണ് ചേട്ടാ. സ്പീഡില് ഒന്നും നോക്കണില്ല. എന്റർടൈൻമെന്റ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ വണ്ടികൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ ശരിയാ. ഒരു ഓവർ സ്പീഡ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരണേ. എല്ലാവരുടെയും സ്ലോലി ആണല്ലോ. ഉള്ളിലൊക്കെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഫുള്ളാണ്. അപ്പോൾ പാഴ്സൽ മേടിച്ചിട്ട് പോകാൻ വീട്ടിലേക്ക് നേരെ പാഴ്സൽ മേടിക്കാനിരിക്കുക. അപ്പൊ അങ്ങനെ ഞങ്ങള് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നേരെ MCPയിലേക്ക് വന്നു കേട്ടോ. അഷ്ടമിച്ചിറുള്ള ഞാൻ എൻ്റെ മോൾ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് കയറണത്. അപ്പോൾ അവിടെ ഇങ്ങനെ മാല, വള, കമ്മൽ അങ്ങനത്തെ ഐറ്റംസ് കുറച്ചൊക്കെ നോക്കി, കുറച്ച് കമ്മലൊക്കെ നോക്കി മേടിച്ചു. എന്നിട്ട് ഇനി നേരെ പോവാണ്. അപ്പൊ ഇനി ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ മേടിച്ച് നേരെ വീട്ടിൽ പോയി സ്റ്റീവനെയും ഗ്രേസിനെയും ബാഗ് എടുക്കണം. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് അവസാനിച്ച് ഞങ്ങളത് സ്വീറ്റ് പാർലറിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് പോയായിരുന്ന ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാം ഫില്ലായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഫുൾ ഫില്ലായി കണ്ടപ്പോ പിന്നെ പാഴ്സൽ മേടിച്ചു കേട്ടോ. അപ്പൊ പിന്നെ എല്ലാരും കൂടി അതന്നെ. അപ്പൊ എല്ലാവർക്കും കൂടി ആയിട്ട് അങ്ങനെ മേടിച്ചു. റോസ്റ്റഡ് ചിക്കനാണ് മേടിച്ചത്. ഫാമിലിയും ഒരു ഡൈനിങ് അങ്ങനെ എന്തോ ആണ്. നമുക്ക് ഒരു പ്രാവശ്യം ഓർഡർ ചെയ്യുമ്പോഴാണ് അറിയുള്ളൂ. ശരിക്കും ജസ്റ്റ് അവിടെ വെച്ച് തന്നെ ഓർഡർ ചെയ്താലും അതിന്റെ പേര് കിട്ടിയില്ല. ഇന്ന് ആന്റി വരും. നാളെ രാവിലെ പോകില്ല. അമ്മയുടെ അടുത്ത് ആന്റി ഉണ്ടാവും. അപ്പൊ ഞങ്ങള് അങ്ങനെ മാറി ഒന്നും ഇതുവരെ നിന്നിട്ടില്ലല്ലോ ഒരുമിച്ച് നിന്നുണ്ട്. പണ്ട് നിന്നിട്ടുണ്ട് മീൻസ് അമ്മയ്ക്ക് വയ്യാണ്ടതിന് ശേഷം അങ്ങനെ മാറി നിന്നിട്ടില്ല. അപ്പൊ നമ്മളിതേ നാളെ വീട് എത്തിക്കൊണ്ടിരിക്കുന്നു. പള്ളിയില് പെരുന്നാളിന്റെ ഇങ്ങനെ ഇതൊക്കെ കുഴിച്ചിട്ട് തുടങ്ങി കേട്ടോ. മാലോളം വീട്. അങ്ങനെ അതേ സ്റ്റീവിനെയും ഗ്രേസിനെയും എടുത്തു ഞങ്ങൾ നേരെ ഇനി മാളയ്ക്ക് പോവാട്ട. നമ്മുടെ ടയർ മാറ്റിണ്ടായിരുന്നല്ലോ. ടയർ മാറ്റില്ല, ടയറിന് ഇത് ശരിയാക്കിണ്ടായിരുന്നല്ലോ. ആ കടയ്ക്ക് പോവാ. അതന്നെ. അപ്പൊ കാർ സീറ്റ് നാളെ കൊണ്ടുപോകാൻ വേണ്ടി കാർ സീറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് നമ്മുടെ ബാക്കിൽ ഇരിക്കണ്ടായിരുന്നു. അത് മറന്നുപോയി. അതന്നെ വീണ്ടും നമുക്ക് മാളയ്ക്ക് കൊണ്ടുവന്നു. ഞങ്ങളെ ഷോപ്പിൽ എത്തിയിട്ടാ. അടച്ചിട്ടില്ല. അടച്ചിട്ടില്ല. ഞാന് പിന്നിൽ അമ്മേനോട് മര്യാദക്ക് അടച്ചിട്ട് എന്നാ കടച്ചിട്ട് ചീവിന് ഉറക്കം കഴിഞ്ഞ് എന്നിട്ടാണ് മുട്ട. സ്റ്റീവ് ബെഡിൽ ഇരിക്കായിരുന്നു. വീട് ബെഡ് മാനത്തോക്കും എന്തിട്ട് പറയട ചേച്ചി. കുറുമാനിച്ചാ നല്ല കുട്ടിയായിരുന്നു. എന്തിട്ട് കുറുമാനിച്ചാ? അപ്പൊ കൊണ്ടുവന്നെ കാർ ചേച്ചി. അപ്പൊ അങ്ങനെ ഞങ്ങളിത് നമ്മുടെ സ്വീറ്റ് പാർലറിന്റെ പുതിയ ബ്രോസ്റ്റഡ് സെക്ഷനിൽ നിന്ന് മേടിച്ച നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പറാണോ? ഇഷ്ടമായാ?
അവിടെ അവളുടെ ഒരു ചിക്കൻ്റെ പീസും ഇല്ല കേട്ടോ, അതല്ല ഏറ്റവും വലിയ അത്ഭുതം. ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചോണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അടിപൊളി ബ്രോസ്റ്റഡ് ആണ്. നിനക്ക് ഇഷ്ടമായോ? കൊള്ളാം. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ പോവാണ് വിശേഷം. ബാക്കി നമുക്ക് ആരും കാണാൻ മറക്കരുത്. ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണ്, പിള്ളേരൊക്കെ ഒന്നിച്ചുള്ള ആദ്യത്തെ ട്രിപ്പ്. അപ്പം നാളെ വെളുപ്പിന് ഞങ്ങൾ ഇറങ്ങും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, കുഴപ്പമൊന്നും കൂടാതെ പോകാനും അടിച്ചു പൊളിച്ച് പോരാനും പറ്റാനായിട്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കണം. അപ്പം നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരാം. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ബൈ ബൈ.